സമ്മേളനത്തിന് ആശംസ അർപ്പിക്കുന്നതിനായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ സി ഐ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഷാജി സാറിനെ വളരെ സ്നേഹത്തോടെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഭദ്രാസന എപ്പിസ്കോപ്പ ഡോക്ടർ മാർ തീത്തോസ് എപ്പിസ്കോപ്പ തിരുമേനി, വേദിയിലും സദസ്സിലുമുള്ള സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള റവറൻ ജോബിൻ ജോൺ അച്ഛ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വയനാട്ടിൽ എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നത് മലബാറിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും നടവേൽ മുക്തി എന്നാണ് അറിയപ്പെടുക. നടവേലിലുള്ള മുക്തിയെപ്പറ്റി അറിയാത്ത ആരുമില്ല. ഈ അടുത്ത കാലത്ത് തന്നെ ഇതിൻ്റെ നടവേൽ മുക്തിയുടെ ഭാഗമായിട്ടുള്ളൊരു AA കൂട്ടായ്മയിൽ ഒരു വാർഷികത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അവിടെ വെച്ച് AA കൂട്ടായ്മയുടെ 1ാം വാർഷികത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീടും അവരെന്നെ വിളിച്ചനുസരിച്ച് ഞാനവിടെ പോവുകയുണ്ട്. വെച്ചൊക്കെ മുക്തിയെക്കുറിച്ച് വളരെ നല്ല രൂപത്തിലുള്ള അഭിപ്രായം എനിക്ക് കമ്മന ഇടവകയിലെ അവിടെയുള്ള ഒരു 100 കുടുംബങ്ങൾ മുക്തിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് അവരുടെ മദ്യപാനത്തിൻ്റെ ആ കരാളാസ്ത്രങ്ങളിൽ നിന്നൊക്കെ മോചിതരായിട്ടുള്ള വളരെ സന്തോഷകരമായൊരവസ്ഥ അന്നവിടെ കാണുവാനിടയായി. അത് തുടർന്നും പോകുന്നുണ്ട്. മുക്തിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാവിധ പിന്തുണയും സഹായ സഹകരണങ്ങളും ഉണ്ടാകും. ഇപ്പോൾ കേരള ഗവൺമെൻറ് മുക്തി എന്നുള്ള ചെറിയൊരു മാറ്റം വരുത്തി വിമുക്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലഹരിക്കെതിരെയുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും സവിശേഷമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറഞ്ഞു വരുന്ന പോലെ ഇതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത്, സർക്കാർ ഫണ്ട് കണ്ടെത്തുന്നത് ഈ മദ്യത്തിലുള്ള ഒരു ചെറിയ നികുതി അതിൽ ഏർപ്പെടുത്തിയിരിക്കുക. ബോധവൽക്കരണ സെസ് എന്ന് നമുക്ക് പറയാം. ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള ചെറിയൊരു സെസ്. അപ്പോൾ അത് നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയാണ്. 16 രൂപ വിലയുള്ള മദ്യം നമ്മുടെ കൈകളിലെത്തുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആളുകൾ വാങ്ങിക്കഴിക്കുന്നവരുടെ കൈകളിലെത്തുമ്പോഴത്തേക്കും ഏകദേശം 10-200 രൂപയുടെയിലേക്ക് വരികയാണ്. അതാണ് അതിൻ്റെ കാര്യം. 100% എക്സൈസ് ഡ്യൂട്ടി, 70% സെയിൽ ടാക്സ്, പിന്നെ ഒരു 10% അഡീഷണൽ ടാക്സ്, എഡ്യൂക്കേഷൻ സെസ്, പിന്നെ ഇപ്പോൾ ഉള്ള അതിൻ്റെ 70-ൻ്റെ 10-ൻ്റെ 5% ബോധവൽക്കരണത്തിനുള്ള സെസ്സും കൂടെ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലാണ്. അതിപ്പോൾ കുറച്ചായി വന്നിട്ട് ഇപ്പോൾ വന്നതല്ല, കുറച്ച് കാലമായിട്ടുള്ള സെസ്സാണ്. ആ ഫണ്ട് അങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ഒരു പ്രവർത്തന മേഖലയിലേക്ക് മാറണം. ബഹുമാനപ്പെട്ട തിരുമേനി ഇവിടെയുണ്ട്. എനിക്കുള്ള ചെറിയ അഭിപ്രായം, മദ്യവിപത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ മുക്തി വളരെ ഉയരത്തിലാണ്. കണ്ടു കഴിക്കുന്ന മറ്റ് ഡി അഡിക്ഷൻ സെൻ്ററുകളൊക്കെ നമുക്കറിയാം, പേരുകൾ എടുത്തു പറയുന്നില്ല, അവരിൽ നിന്നൊക്കെ വളരെ ഉയരത്തിലുള്ള ഒരു തലത്തിലാണ് മുക്തി ഇന്ന് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ ഈ വയനാട്ടുകാരനായതുകൊണ്ട് വയനാട്ടിലുള്ളൊരു സ്ഥാപനം എന്നുള്ള രൂപത്തിൽ പറഞ്ഞ് എനിക്ക് അഭിമാനം, സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ പുതിയ തലമുറയിൽ മദ്യം മാത്രമല്ല, മയക്കുമരുന്നിൻ്റെ വളരെയധികം പരോക്ഷമായും പ്രത്യക്ഷമായിട്ടൊക്കെ മയക്കുമരുന്നിന് വളരെയധികം ആളുകൾ അടിമകളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളും വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ അത്തരത്തിലുള്ള പലതരം മയക്കുമരുന്ന്, പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ്, കറുപ്പ്, അങ്ങനെ ഒപ്പിയം എന്നുള്ള 1-2 ഐറ്റത്തിൽ നിൽക്കുന്നതല്ല, ഇപ്പോൾ പല രൂപത്തിലും എങ്ങനെയാണ് ലഹരി കിട്ടുക എന്നുള്ള രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. H1 എന്ന് പറയുന്ന H1N1 എന്നുള്ള ബാക്ടീരിയ ഇതല്ല, അസുഖമല്ല, H1 എന്ന് പറഞ്ഞ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട മരുന്നുകൾ മാത്രമേ മരുന്നുകൾ വാങ്ങുമ്പോൾ ഡോക്ടറുടെ 2 പ്രിസ്ക്രിപ്ഷൻ വേണമെന്നാണ് പറയുന്നത്. ഒരു പ്രിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കണം, ഒന്ന് രോഗിയുടെ കയ്യിൽ കിട്ടണം, പിന്നെ ആ ബന്ധപ്പെട്ട അത് പ്രത്യേക രജിസ്റ്ററിൽ സൂക്ഷിക്കണം. ഇത്തരത്തിലുള്ള മരുന്നുകളുടെ പ്രത്യേകത, ഇത് ഇപ്പോൾ ഓപ്പിയം അല്ലെങ്കിൽ മോർഫിൻ പോലെയുള്ള മരുന്നുകളുടെയൊക്കെ കണ്ടൻറ്റൊക്കെ വരുന്ന മരുന്നുകൾ ഇതിൻ്റെ അനാവശ്യമായി ഉപയോഗിച്ചത് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന വസ്തു. ഇത്തരത്തിൽ വളരെയധികം ഇത് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ട് ഈ ലിസ്റ്റിൽ പെടുന്ന മരുന്നുകളുടെ ഈ ലിസ്റ്റ് ഒരു പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവന്ന് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുക,
അതേ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് ഈ മറ്റൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങും. ഇത് വാങ്ങാതിരിക്കാൻ വേണ്ടി ഇപ്പം മെഡിക്കൽ ഷോപ്പുകാർ ഇതിൽ സീൽ ചെയ്യും. ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെയുള്ള മെഡിസിൻ ഇയാൾക്ക് കൊടുത്തു കഴിഞ്ഞു, ഇനി അത് പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല. ഈ 2 പ്രിസ്ക്രിപ്ഷൻ കൊടുക്കണം എന്നുള്ളത് പറഞ്ഞാലും പല ഡോക്ടർമാർ അതിന് തയ്യാറല്ല. അവർക്ക് 2 കാർബൺ കോപ്പി വെച്ച് എഴുതാൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഡോക്ടറെ പല ആൻറ്റിബയോട്ടിക്കുകൾ ചിലതിലൊക്കെ 2 പ്രിസ്ക്രിപ്ഷൻ ഈ H1 പറയുന്ന ലിസ്റ്റിൽ എഴുതാനും ഡോക്ടർമാരും തയ്യാറാകാത്ത ഒരവസ്ഥ ഇപ്പോഴുണ്ട്. അവർക്ക് സമയത്തിൻ്റെ പ്രശ്നമാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ വന്ന് പറഞ്ഞു വന്നു. ഇവരുടെ യോഗം വിളിച്ചിരുന്നു. അടുത്ത ദിവസം ഞങ്ങളുടെ കമ്മീഷണർ കൃഷിരാജ് സിംഗ് സാറിൻ്റെ പ്രത്യേക നിർദ്ദേശാനുസരണം മെഡിക്കൽ ഷോപ്പുകളുടെയൊക്കെ യോഗം വിളിച്ചു. അതിൽ സംസാരിച്ചപ്പോൾ ഇന്ന് പുതിയ തലമുറ ഈ കഞ്ചാവ് മാത്രമല്ല മറ്റുള്ള ഓപ്പിയം, ഇപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ പിടിച്ചിരിക്കുന്നത് ആശിഷ് പോലെയുള്ള പദാർത്ഥങ്ങളൊക്കെ ഈ ബാവലി അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ പറയുന്നില്ല. പിന്നെ വയനാട്ടിൽ തന്നെയുള്ള പ്രമുഖമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വളരെ ഉന്നതങ്ങളായ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അത് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയുടെ ഒരു ടാർഗറ്റാണ്. അങ്ങോട്ടേക്ക് കണ്ടമാന സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഈ മദ്യത്തിൻ്റെ കേസുകളിലോട് കൂടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് NDPS, അതായത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം എക്സൈസിൻ്റെയും സബ് ഇൻസ്പെക്ടർ അതേപോലെ പോലീസിൻ്റെയൊക്കെ എണ്ണത്തിൽ വളരെയധികം, പോലീസൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ വളരെയധികം വർധനവുണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്ന മെഡിക്കൽ ഷോപ്പുകാരുടെ യോഗം വിളിച്ച ഒരു ഉപദേശമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അവർ പറയുകയാണ് ഒരുത്തൻ പല രൂപത്തിലാണ് ലഹരി ഉപയോഗിക്കുന്നത്. സൈക്കിളിൻ്റെ പഞ്ചർ ഒട്ടിക്കുന്ന ട്യൂബിൻ്റെ പശയെടുത്ത് മണത്ത് കുട്ടിപ്പിള്ളേർ മണക്കുന്നു, വൈറ്റ്നർ മണക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പയ്യൻ ഒരു +1 SSLC 10ാം ക്ലാസ് +1 ആ പ്രായത്തിലുള്ള പയ്യന്മാർ സ്ഥിരമായി വന്ന് ബാൻഡേജ് വാങ്ങും. നമ്മൾ ബാൻഡേഡ് കണ്ടിട്ടില്ലേ, ബാൻഡേഡ് മുറിവിനൊട്ടിക്കുന്ന ബാൻഡേഡ്. ഇവനെന്തിനാണ് ഇത് ഇത്രയധികം ബാൻഡേഡ് വാങ്ങുന്നത്? നോക്കുമ്പോൾ സോക്സിൻ്റെ ഇതിലാണ് ഇവന്മാർ ഇത് ഒട്ടിക്കുന്നത്. സോക്സ് താത്തിയിട്ട് ചെറുതായിട്ട് തൊലി ഉരച്ച് കളഞ്ഞ് ഹാൻഡ്സ് എടുത്ത് അതിൽ വെച്ചിട്ട് ഈ ബാൻഡേഡ് വെച്ച് മുറുക്കി ഒട്ടിച്ച് വെക്കുക, എന്നിട്ട് ക്ലാസ്സിൽ പോയിരിക്കും. അപ്പോൾ അവനൊരു ചെറിയൊരു ലഹരി അതിനൊന്ന് കിട്ടും, ചെറുതല്ല. അപ്പോൾ അതിന് അഡിക്റ്റാണ്. ഇങ്ങനെ പല രൂപത്തിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒരു കണ്ണ് നോക്കുമെന്ന് പറയും. ഇപ്പോൾ കണ്ണ് നോക്കാതിരിക്കാനുള്ള മെഡിസിൻ തുള്ളി മരുന്ന് നമ്മളുടെ മെഡിക്കൽ ഷോപ്പുകളിൽ ലഭ്യമാണ്. അത് വേറെ മരുന്നിന് ഉപയോഗിക്കാണ്, കണ്ണിന് ഉപയോഗിക്കണം. അപ്പോൾ ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ണ് ചുവപ്പ് അറിയാതിരിക്കാൻ വേണ്ടി തുള്ളി മരുന്നുകൾ. അപ്പോൾ ഈ പുതുതായിട്ടുള്ള തലമുറയെ എനിക്ക് തോന്നുന്നത് 10, 30, 35, 40 വയസ്സിന് മുകളിലേക്കുള്ളതാണ് ഇന്നിപ്പോൾ മദ്യപാനത്തിൻ്റെ കൂടുതൽ ആയിട്ടുള്ള ആളുകളെന്ന് എനിക്ക് തോന്നുന്നു. ചെറുപ്പക്കാരും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ പുതിയ തലമുറയിൽ വന്നിട്ടുള്ള ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെയുള്ള അത്തരം കാര്യങ്ങളിലും കൂടെയുള്ള ഒരു പടപൊരുതുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം ഉണ്ടാകണം. അത്തരം കാര്യങ്ങളിലും കൂടെ മുക്തിയുടെ ശ്രദ്ധ ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട തിരുമേനിയോട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മളെ കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളിലെ ഈ +1, +2 അതുമുതലുള്ള ഈ സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള ബോധവൽക്കരണ പരിപാടി എല്ലാ മേഖലകളും നടക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലും കൂടെ രക്ഷകർത്താക്കളുടെ ശ്രദ്ധ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതലുണ്ടാകണം. അത്തരത്തിലുള്ള ചില ക്ലാസ്സുകളൊക്കെ മുക്തിയുടെ പിന്നെ ഇവിടെയുള്ള കോഴ്സുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അക്കാര്യങ്ങളിലും കൂടെ ശ്രദ്ധയുണ്ടാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയധികം കുടുംബങ്ങൾക്ക് സമാധാനവും കേൾക്കുമ്പോൾ തന്നെ ഓരോരുത്തർ സാക്ഷ്യം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. സമാധാനവും സന്തോഷമൊക്കെ പ്രദാനം ചെയ്ത ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട തിരുമേനിയുടെ ആശീർവാദത്തോടു കൂടി ജോബിൻ ജോൺ അച്ഛൻ്റെ നേതൃത്വത്തിൽ മറ്റ് അച്ഛന്മാരുടെ എല്ലാവരുടെയും ഇവിടെയുള്ള ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റ് എല്ലാ പ്രമുഖരുടെയും എല്ലാ ആളുകളുടെയൊക്കെ കാര്യത്തിലൂടെ നാൾക്കാൾ ഇനി ഉയരട്ടെ. ഈ പ്രദേശത്തും ഈ സ്ഥാപനത്തിൻ്റെ മഹത്വം അറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഇനിയും ഭാവിയിൽ കൂടുതൽ ഭാസുരമായ ഭാവി ഉണ്ടാകട്ടെ. ഈ അഗ്നി അണയാതെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും പിന്നെ ഒരിക്കൽ കൂടി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പേരിൽ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സാർ. അപ്പോൾ നമുക്കൊരു